നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയാണ് ഡച്ച് പരിശീലകനായ എറിക് ടെൻ ഹാഗ് പരിശീലിപ്പിക്കുന്നത്. നമുക്കറിയാം, 2 വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു അദ്ദേഹം ഡച്ച് ക്ലബ്ബായ അയാക്സിന്റെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തിയത്. പക്ഷേ യുണൈറ്റഡിൽ ഇപ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഇടയ്ക്കിടെ വഴങ്ങേണ്ടി വരുന്ന തോൽവികൾ അദ്ദേഹത്തിന്റെ ഭാവി ഇപ്പോൾ അവതാളത്തിലാക്കിയിട്ടുണ്ട്. യുണൈറ്റഡിന്റെ പുതിയ ഉടമസ്ഥനായ റാഡ്ക്ലിഫ് ഈ സീസണിന് ശേഷം എറിക് ടെൻ ഹാഗിനെ പരിശീലക സ്ഥാനത്ത് നിന്നും മാറ്റിയേക്കും എന്നുള്ള റൂമറുകളൊക്കെ ഇപ്പോൾ സജീവമാണ്. ഇതിനിടെ മറ്റൊരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് അയാക്സിന് വരുന്ന സീസണിലേക്ക് ഒരു സ്ഥിര പരിശീലകനെ ഇപ്പോൾ ആവശ്യമുണ്ട്. ആ സ്ഥാനത്തേക്ക് തങ്ങളുടെ മുൻ പരിശീലകനായ എറിക് ടെൻ ഹാഗിനെ കൂടി ഇപ്പോൾ അവർ പരിഗണിക്കുന്നുണ്ട്. വളരെ മോശം പ്രകടനമാണ് ഈ സീസണിൽ അയാക്സ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. 25 മത്സരങ്ങളിൽ നിന്ന് കേവലം 40 പോയിന്റുള്ള അവർ പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്താണ്. ഇത്തവണ അവർക്ക് കിരീടം ലഭിക്കില്ല എന്നുള്ളതൊക്കെ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഇടക്കാല പരിശീലകനായ ജോൺ ഷിപ്പാണ് ഇപ്പോൾ അയാക്സിനെ പരിശീലിപ്പിക്കുന്നത്. അടുത്ത സീസണിലേക്ക് എറിക് ടെൻ ഹാഗിനെ കൊണ്ടുവരാനാണ് ഇപ്പോൾ അയാക്സിന്റെ പദ്ധതികൾ. കൂടാതെ യുർഗൻ ക്ലോപ്പിന്റെ അസിസ്റ്റന്റ് പരിശീലകനായ പെപ്പ് ലിൻഡേഴ്സണെയും ഇവർ പരിഗണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ അയാക്സ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഡച്ച് ലീഗിൽ പരിശീലിപ്പിച്ച് പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ് പെപ്പ്. അതേസമയം ടെൻ ഹാഗിന് കീഴിൽ അയാക്സ് വളരെ മികച്ച പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. നമുക്കറിയാം, യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അവർ മുന്നേറ്റങ്ങളൊക്കെ നടത്തിയിരുന്നു. 3 ഡച്ച് ലീഗ് കിരീടങ്ങൾ തുടർച്ചയായി സ്വന്തമാക്കാൻ അയാക്സിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എറിക് ടെൻ ഹാഗ് പോയതോടുകൂടി അവരുടെ ആ ഒരു പ്രകടനം പിന്നീട് മോശമാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.